ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ശ്രദ്ധയോടും ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി ഏതൊരാളാണോ ഭഗവാന്റെ ഈ വാണികൾ കേട്ട് സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത്, അവർക്ക് ശ്രേയസ്സും പ്രേയസ്സും ആത്മജ്ഞാനവും ആത്മലയവും ലഭിക്കുന്നതാണ്. അതാണ് ഭഗവാൻ പറയുന്നത്, കശ്ചിദേതത് ശ്രുതം പാർത്ഥ ത്വയ്യൈകാഗ്രേണ ചേതസാം കശ്ചിദജ്ഞാനസമ്മോഹ പ്രണഷ്ടസ്തേ ധനഞ്ജയ. എൻ്റെ വിവർത്തനമൊന്നു കേൾക്കൂ. ഏകാഗ്രചിത്തനായി പാർത്ഥ ശ്രദ്ധയോടിതു കേട്ടുവോ, മോഹമജ്ഞാനജം നിന്റെ നശിച്ചില്ലേ ധനഞ്ജയ. ഇവിടെ ധനഞ്ജയനോടാണ് പറയുന്നതെങ്കിലും അത് നമ്മോടായിട്ട് വേണം നാം കണക്കിലെടുക്കുവാൻ. ഏകാഗ്രചിത്തനായി വളരെ ശ്രദ്ധയോടുകൂടി ഈ കാര്യം കേട്ടാൽ മാത്രമേ നമുക്കത് വേണ്ടതുപോലെ ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ഏകാഗ്രതയോടുകൂടി വേണം ഇത് ഉൾക്കൊള്ളാൻ. മാത്രമല്ല ശ്രദ്ധയും വേണം. തനിക്കത് വേണം. ശ്രദ്ധ എന്നാൽ ഗുരുവാക്യത്തിലും വേദങ്ങളിലും ഈശ്വരനിലും വിശ്വാസത്തോടുകൂടി കേൾക്കുന്നതെന്തോ അതാണ് ശ്രദ്ധ. ഈശ്വരൻ പറയുന്നതാണെന്ന ബോധം വേണം. ഋഷിമാരുടെ വാക്കുകളെയാണ് വേദങ്ങൾ എന്ന് പറയുന്നത്. ആ വേദങ്ങളിൽ പറയപ്പെട്ടവയാണിത് എന്ന ബോധത്തോടുകൂടി ശ്രദ്ധിക്കണം. അതാണ് ശ്രദ്ധയോടും കൂടി. ഏകാഗ്രചിത്തനായി പാർത്ഥ ശ്രദ്ധയോടിതു കേട്ടുവോ. ഇത് തൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രം ഭഗവാൻ പറയുന്നതാണ് എന്ന ബോധത്തിൽ വേണം ഇത് ശ്രവിക്കാൻ. ഏകാഗ്രചിത്തനായി പാർത്ഥ ശ്രദ്ധയോടിതു കേട്ടുവോ. ഇത് ശ്രദ്ധയോടുകൂടി കേട്ടുവോ. മോഹ എന്നാൽ മോഹമജ്ഞാനജം നിന്റെ നശിച്ചില്ലേ ധനഞ്ജയ. മോഹവും ആ മോഹത്തിൽ നിന്നുണ്ടാകുന്ന അജ്ഞാനം അല്ലെങ്കിൽ അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്ന മോഹം, അറിവില്ലായ്മയിൽ നിന്നാണ് തെറ്റും ശരിയും തിരിച്ചറിയാതെ വരുന്നത്. അജ്ഞാനജം, അജ്ഞാനത്തിൽ നിന്നും ജനിച്ച മോഹം നശിച്ചില്ലേ എന്ന്. മോഹമെന്നാൽ തെറ്റേതാണ്, ശരിയേതാണ്, വേണ്ടതേതാണ്, വേണ്ടാത്തതേതാണ്, ചെയ്യേണ്ടതെന്താണ്, ചെയ്യരുതാത്തതെന്താണ് എന്ന അറിവില്ലായ്മയ്ക്കാണ് മോഹം എന്ന് പറയുന്നത്. ഈ മോഹമുണ്ടാകാൻ കാരണം അജ്ഞാനമാണ്. അജ്ഞാനമെന്നാൽ ആത്മാവിനെ സംബന്ധിച്ച അറിവില്ലായ്മ. ആത്മജ്ഞാനമില്ലായ്മയ്ക്കാണ് അജ്ഞാനം എന്ന് പറയുന്നത്. അജ്ഞാനമാണ് മോഹമുണ്ടാകാൻ കാരണം. അജ്ഞാനത്തിൽ നിന്നും ജനിച്ച മോഹം നിന്റേത് നശിച്ചില്ലേ എന്നാണ് ചോദ്യം. ഇത് ശ്രവിച്ചു കഴിഞ്ഞാൽ, ഇത് മുഴുവനും നാം ശ്രവിച്ചു കഴിഞ്ഞാൽ, ഇത് മുഴുവനും നാം ശ്രദ്ധയോടുകൂടി ഏകാഗ്രചിത്തരായി കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്ന മോഹം ഇല്ലാതെയാകും. അതാണ് നമുക്കും വേണ്ടത്. ആ അജ്ഞാനത്തിൽ നിന്നും ജനിക്കുന്ന മോഹത്തെ ഇല്ലാതെയാക്കി കഴിയുമ്പോൾ നാം ഒരിക്കലും തെറ്റായ വഴിയിലേക്ക് നീങ്ങുകയില്ല. ജീവിതത്തെ സത്യത്തിലേക്ക് മാത്രം
നയിക്കുന്നതാണ്. അപ്പോൾ അസതോ മാ, അസത്തിലേക്ക് നാം പോവില്ല, സദ്ഗമയ, സത്തിലേക്ക് നീങ്ങും. തമസോമാ, ജ്യോതിർഗമയ, അജ്ഞാനമാകുന്ന ഇരുട്ടിലേക്ക് നാം ആണ്ടുപോവില്ല, പ്രകാശമാകുന്ന ജ്ഞാനത്തിലേക്കായിരിക്കും നാം ഗമിക്കുന്നത്. അങ്ങനെയായാൽ നാം മരണത്തിലേക്കല്ല പോകുന്നത്, അമർത്യാവസ്ഥയിലേക്കായിരിക്കും. ഈശ്വരൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ പദമാണ് അമർത്യാവസ്ഥ. ആ അമർത്യാവസ്ഥ നമുക്ക് ലഭിക്കാൻ ഇത് കേൾക്ക തന്നെ വേണം. അതെങ്ങനെ കേൾക്കണം? ശ്രദ്ധയോടും ഏകാഗ്രതയോടും കൂടി കേട്ടാൽ ആ പരമപദത്തിന് നാം അർഹരായിത്തീരുന്നു. അതാ ഏകാഗ്രചിത്തനായി പാർത്ഥ ശ്രദ്ധയോടിതു കേട്ടുകോ, മോഹമജ്ഞാനജം നിന്റെ നശിച്ചില്ലേ ധനഞ്ജയാം.